ഗുഡ് ഈവനിങ്. അമ്മയുടെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഞങ്ങൾ നടത്തിയത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം പോകുന്ന റൂട്ടിൽ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് 12 ദിവസം വീണ്ടും അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടും. നമ്മൾ ഫുള്ളി ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് വിടുകയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂമും അത്യാവശ്യം നല്ല റൂമുമാണ്. പിന്നെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണെങ്കിൽ പറയേ വേണ്ട. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഈ ഒരു വ്യൂവും കൂടി കാണുമ്പോൾ നമ്മൾ മെൻ്റലിയും സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അമ്മയെ വിഷുവിൻ്റെ അന്ന്, അതായത് വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അമ്മ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവണത്. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ സർജറി. പിന്നെ 2 ദിവസം അവരുടെ ICUവിലായിരിക്കും. സൺഡേ ആണ് അമ്മേനെ റൂമിലോട്ട് ആക്കുന്നത്. അപ്പോൾ റൂം വലിയ റൂമായതുകൊണ്ട് എനിക്ക് വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോമല്ല, വർക്ക് അറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ജോലിയും ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പുള്ള നല്ലൊരു റൂമായിരുന്നു. വലിയ റൂമും അത്യാവശ്യം സ്റ്റോറേജും. ഇത് സീറ്റ് ടോപ്പറാട്ടോ. പിന്നെ ഇത് നമുക്ക് ടോയ്ലറ്റിൽ യൂസ് ചെയ്യാനുള്ള സീറ്റ്, അങ്ങനെ എല്ലാവിധ സെറ്റിങ്സും നമുക്ക് ആ റൂമിൽ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ബെഡ്റൂമായിരുന്നു. 2 ബൈസ്റ്റാൻഡേഴ്സിന് വരെ നമുക്ക് നിൽക്കാൻ പറ്റും. ഇത് അമ്മയ്ക്കുള്ള ബെഡാണ്. അമ്മ വരുമ്പോൾ ഇത് കിടക്കാനുള്ളൊരു ബെഡാണ്. അപ്പം ഞാൻ റൂമിൽ അമ്മേനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റൂമിൽ. സൺഡേ അമ്മ വന്നു. അമ്മ വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇതാണ്. യൂറിൻ ബാഗും അതുപോലെ കാലിൽ ഇതുപോലെ ടൈറ്റായിട്ട് പല ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സസൈസാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് അമ്മേനെ കൊണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ മൂവ്മെൻറ്റാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അമ്മേനെ ICUവിൽ അവർ നടത്തിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ആകെ സർപ്രൈസായിരുന്നു. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അമ്മേനെ 2 പേര് അപ്പുറം ഇപ്പുറമൊക്കെ പിടിപ്പിച്ച് നടത്തിച്ചു. പിന്നെ നമ്മളോടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാക്കർ വെച്ചിട്ട് നടത്തിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് വർക്ക് ചെയ്യണമായതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും അമ്മായിയും കൂടിയും പാസേജിലൂടെ പതുക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ കയ്യിൽ ടാഗ് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർ വഴിമാറി കൊടുക്കണം. അമ്മയ്ക്ക് സേഫറായിട്ട് വഴി കൂടെ പോകണം. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് വരുന്നുള്ളതാണ് കയ്യിൽ ടാഗ് വെച്ചേക്കുന്നത്. അടുത്ത വിശേഷം പിന്നെ പറയാം കേട്ടോ. താങ്ക് യു.